മലയാളി ഫ്രം ഇന്ത്യ ഡയറക്റ്റഡ് ബൈ ഡിജോ ജോസ് ആൻ്റണി. ഒരു ക്ലീൻ എൻ്റർടൈനറാണ് ഈ പടം. എനിക്ക് വല്ലാണ്ട് ഇഷ്ടപ്പെട്ടു. ഈ സിനിമ മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയം ഈ സിനിമയിലെ രണ്ട് കഥാപാത്രങ്ങൾ ഡയറക്റ്റായി തന്നെ പറയുന്നുണ്ട്. അതിലൊരാൾ സലിംകുമാറാണ്, മറ്റേ ആൾ ഷൈൻ ടോം ജോക്കോയാണ്. സലിംകുമാറിൻ്റെ ഡയലോഗ് ഏകദേശം ഇങ്ങനെയാണ്: നിങ്ങൾക്ക് പറയാൻ രാഷ്ട്രീയമില്ല എങ്കിൽ നിങ്ങൾ മതത്തെ കൂട്ടിക്കൊടുക്കരുത്. രണ്ടാമത്തെ ഡയലോഗ് ഷൈൻ ടോം ജോക്കോയുടെ ഡയലോഗാണ്: കേരളം ദൈവത്തിൻ്റെ സ്വന്തം നാടായത് കേരളത്തിൽ ചെകുത്താന്മാരില്ലായിട്ടല്ല, ചെകുത്താന്മാരെ നിലക്കി നിർത്താനുള്ള വഴി കേരളത്തിലുള്ളവർക്ക് അറിയാം. ഈ രണ്ട് ഡയലോഗിൻ്റെ പൊളിറ്റിക്കൽ ഡെപ്ത് ഉണ്ടല്ലോ, ഇത് തന്നെയാണ് ഈ സിനിമ മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയം എന്ന് പറയുന്നത്. ഇനി ഈ സിനിമയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ സിനിമ ഉടനീളം നിവിൻ പോളിയുടെ ഗംഭീരമായിട്ടുള്ള പെർഫോമൻസ് കൊണ്ട് റിച്ച് ആയിട്ടുള്ളൊരു പടമാണ്. അതായത് നമ്മൾ ഈ വർഷങ്ങൾക്ക് ശേഷം സിനിമയിൽ ഒരു 15 മിനിറ്റോ 20 മിനിറ്റോ വന്നിട്ട് നിവിൻ പോളി തകർത്ത് തരിപ്പണമാക്കിയില്ലേ, ആ പെർഫോമൻസിൻ്റെ ഒരു എക്സ്റ്റെൻഡഡ് വേർഷൻ തന്നെ നമുക്ക് പറയാൻ വേണ്ടി പറ്റും. നിവിൻ പോളിയുടെ ഗംഭീരമായിട്ടുള്ള പെർഫോമൻസ് ആണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ധ്യാൻ ശ്രീനിവാസൻ്റെ കോമ്പിനേഷനുണ്ട്, അതിലേക്ക് ഞാൻ വരാം. നിവിൻ പോളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ സിനിമയിൽ മഞ്ജു പിള്ളയാണ് നിവിൻ്റെ അമ്മയായിട്ട് അഭിനയിക്കുന്നത്. ഈ മഞ്ജു പിള്ളയോട് പൈസ ചോദിക്കാൻ പോകുന്നൊരു സീനുണ്ട്. എൻ്റെ മോനെ, നമ്മൾ പ്രതീക്ഷിക്കുകയില്ല ഇയാൾ ആ രീതിയിലാണോ പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളത്, ഡയലോഗ് പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളത് ഗംഭീരമായിട്ടാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ അനശ്വരയെ കാണാൻ പോകുന്നൊരു സീനുണ്ട്. അനശ്വരയാണ് ഇതിൽ നിവിൻ്റെ നായികയായിട്ട് വരുന്നത്. അതിൽ അനശ്വരയെ PSC കോച്ചിങ് സെൻറ്ററിൽ ഇയാൾ കാണാൻ വേണ്ടി പോകുന്നൊരു സീനുണ്ട്, താഴെ വണ്ടി എടുത്തതിന് ശേഷം. ആ സീനും ഗംഭീരമായിരുന്നു കേട്ടോ. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു സാധനം. അതായത് ഈ യൂത്ത് ആക്ടേഴ്സിൽ ഹ്യൂമർ ഇത്രയും കിടിലമായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്ന, ജെന്യുവിനായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു ആക്ടർ നിവിൻ പോളി തന്നെയാണ്. അത് ഗംഭീരമായിട്ട് അദ്ദേഹം ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു കിടിലം വേർഷനാണ് എനിക്ക് ഈ സിനിമയിൽ കാണാൻ വേണ്ടി പറ്റിയത്. ആ രണ്ട് സീനും ഗംഭീരമായിരുന്നു. ഇനി പറയാനുള്ളത് നമ്മുടെ ധ്യാൻ ശ്രീനിവാസൻ നിവിൻ പോളി കോമ്പിനേഷനെ കുറിച്ചിട്ടാണ്. ധ്യാൻ്റെയും നിവിൻ്റെയും കോമ്പിനേഷൻ എത്രത്തോളം വർക്കാവും എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷേ ഈ സിനിമയിൽ ഇവർ രണ്ടുപേരും നല്ല കിടിലമായി തന്നെ ചെയ്തിട്ടുണ്ട്. അതായത് ഇവരുടെ ഗിവ് ആൻഡ് ടേക്കും കാര്യങ്ങളൊക്കെ സൂപ്പറായിരുന്നു. ഒരു സീനിൽ ഇവർ രണ്ടുപേരും കൂടി സ്കൂളിൽ പോയിട്ട് അടി ഉണ്ടാക്കുന്ന ഒരു സീനുണ്ട്. അതിൽ ഈ ധ്യാൻ്റെ മുണ്ടൂരി പോയിട്ട് ഒരു കിട്ടുന്ന സാധനങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ സ്കൂളിൽ പോയിട്ട് കഞ്ഞി വയ്ക്കുന്ന സീനൊക്കെ കിടിലമായിരുന്നു. അവരുടെ രണ്ടുപേരുടെയും ക്യാരക്ടറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവർ രണ്ടുപേരും പ്രത്യേകിച്ച് പണിയൊന്നുമില്ലാത്ത ആൾക്കാരാണ്. അതായത് നമ്മുടെ നാട്ടിൽ തന്നെയുള്ള ഈ എക്സ്ട്രീം ഹിന്ദു പൊളിറ്റിക്സ് ഒക്കെ പറഞ്ഞു നടക്കുന്ന ചില ചേട്ടന്മാരൊക്കെ ഉണ്ടാവില്ലേ, അങ്ങനെ രണ്ട് ക്യാരക്ടേഴ്സാണ്. അവരുടെ ഫിസിക്കും അങ്ങനെ തന്നെയാണ്, തടിച്ച് എന്താണ് പ്രത്യേകിച്ച് ജോലിയോ തടിയാണെങ്കിൽ പണിയൊന്നും എടുക്കാത്ത ഒരു പെർട്ടിക്കുലർ പൊളിറ്റിക്സും, അതായത് ഹിന്ദു പൊളിറ്റിക്സ് ഒക്കെ ഫോളോ ചെയ്തു പോകുന്ന രണ്ടാൾക്കാരാണ് ഇവർ. അതിൻ്റെ ഒരു വേർഷൻ വരുന്നുണ്ട്, അത് നിങ്ങൾ സിനിമ കാണുമ്പോൾ മനസ്സിലാക്കും. പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ രസം പോകും. ഈ സിനിമയിൽ ഒരേ സമയം എക്സ്ട്രീം ഇസ്ലാമിക് പൊളിറ്റിക്സിനെയും എക്സ്ട്രീം ഹിന്ദു പൊളിറ്റിക്സിനെയും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ എടുത്ത് കൊട്ടിയിട്ടുണ്ട്. അതെനിക്ക് വല്ലാണ്ട് ഇഷ്ടപ്പെട്ടു. ഇനി ധ്യാൻ്റെ ക്യാരക്ടറിലേക്ക് വന്നു കഴിഞ്ഞാൽ മൽഘോഷ് എന്നാണ് ക്യാരക്ടറിൻ്റെ പേര്. ആ ക്യാരക്ടറിനെ ഒരു മണ്ടൻ ക്യാരക്ടറാണ്, അദ്ദേഹം നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. അതായത് നമ്മൾ ഈ ഇൻ്റർവ്യൂലൊക്കെ കാണുന്നൊരു ധ്യാനില്ലേ, അതിൻ്റെ വേറൊരു വേർഷൻ എന്ന് പറയാൻ വേണ്ടി പറ്റും. സൂപ്പറായി തന്നെ ചെയ്തിട്ടുണ്ട്. ഇനി ഇന്റർവെല്ലിന് ശേഷമുള്ള ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഗൾഫിലാണ് പിന്നീട് ആ സിനിമ നടക്കുന്നത്. ഇതൊരു ആടുജീവിതം പോലെ ആകുമോ എന്നൊക്കെ നമ്മൾ ഡൗട്ട് അടിക്കും. പക്ഷേ അങ്ങനെ ഒന്നുമല്ല കേട്ടോ, കിഡിലെ ഫണ്ണാണ് അതിന് ശേഷം. ആ പാകിസ്ഥാനിയായിട്ട് അഭിനയിച്ച ചേട്ടൻ്റെ പെർഫോമൻസും കിഡിലായിരുന്നു. സെക്കൻഡ് ഹാഫ് തൊട്ട് പിന്നെ അങ്ങോട്ടേക്ക് നമ്മൾ ഏറ്റവും കൂടുതൽ സമയം സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് നിവിനെ തന്നെയാണ്. പക്ഷെ നമുക്ക് ഒരു സെക്കൻഡ് പോലും ബോറടിക്കില്ല. ചില ഡ്രാമാറ്റിക് ആയിട്ടുള്ള സീനും ചില ക്രിഞ്ചും കാര്യങ്ങളൊക്കെ കയറി വരുന്നുണ്ട്. പക്ഷേ അത് ആ സിനിമയ്ക്ക് ആവശ്യം തന്നെയാണ്. അതുപോലെ തന്നെ ഫസ്റ്റ് ഹാഫിലും ഈ മതസൗഹാർദ്ദം കാണിക്കാനായിട്ട് മുത്തപ്പനും പിന്നെ ഒരു ബുർക്കയിട്ട ഒരു സ്ത്രീയൊക്കെ ആ ഒരു ടൈപ്പ് ഓഫ് സീനും കാര്യങ്ങളൊക്കെ സിനിമയിൽ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ നിരന്തരം ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഇത് കണ്ടിട്ട് നമുക്കിത് ക്രിഞ്ച് പോലെ ഫീൽ ചെയ്യുമെങ്കിലും ആക്ച്വലി ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്ന മതസൗഹാർദ്ദത്തിൻ്റെ ചില ഐക്കണും കാര്യങ്ങളും തന്നെയാണ്. പക്ഷേ നമുക്ക് സിനിമയിൽ കാണുന്ന സമയത്ത് ഇത് ഒരുപാട് കണ്ടതാണല്ലോ എന്നുള്ള ആ ഒരു തോട്ട് വരും. ഇനി സിനിമയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും കാര്യങ്ങളൊക്കെ അതിഗംഭീരമായിരുന്നു. പാട്ടൊക്കെ സിറ്റുവേഷൻ നല്ല ചേരുന്ന പാട്ടായിരുന്നു, അതൊക്കെ സൂപ്പറായിരുന്നു. സിനിമാറ്റോഗ്രാഫി എഡിറ്റിംഗ് ഒക്കെ അതിഗംഭീരമായിരുന്നു. എനിക്ക് ഏറ്റവും കൂടുതൽ പറയാൻ വേണ്ടി തോന്നുന്നത് ഇതിൻ്റെ പെർഫോമൻസിനെ കുറിച്ച് തന്നെയാണ്. കിടിലെന്ന് വെച്ചാൽ അയാൾ നല്ല തകർത്തിട്ടുണ്ട്, സൂപ്പറായി തന്നെ ചെയ്തിട്ടുണ്ട്. ഒരുപാട് സിറ്റുവേഷൻസ് പറയാനാണെങ്കിൽ ഞാൻ ഓരോ സീനും എടുത്തെടുത്ത് പറയേണ്ടി വരും. അതിൽ ആ പാകിസ്ഥാൻകാരായിട്ടുള്ളൊരു കോമ്പിനേഷൻ ഉണ്ട്. അതായത് ഇവർ ഫ്രണ്ട്ലി ആകുന്നതിനേക്കാളും മുമ്പ് ഇവർ തമ്മിലുള്ളൊരു ക്ലാഷ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഗൾഫിലെത്തിയതിന് ശേഷം മരുഭൂമിയിലെ ദിവിൻ്റെ ഫസ്റ്റ് മരുഭൂമിയിലൊരു ഫാമിലെത്തിയതിന് ശേഷം അയാളുടെ ഒരു ഫസ്റ്റ് ഡേറ്റ് ഉണ്ട്. ആ സീനും കിടലുമായിരുന്നു, ചിരിച്ച് നമ്മൾ സൈഡായി പോകും. അതുപോലെ തന്നെ പാകിസ്ഥാനിയും നല്ല രീതിയിൽ തന്നെ അഭിനയിച്ചിട്ടുണ്ട്. ആ ഭാഗത്തും ചെറിയൊരു ക്രിഞ്ച് പോലെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. അതായത് ഈ രാജ്യസ്നേഹം, അതായത് മതത്തിലുപരി നമ്മൾ മനുഷ്യന്മാരെ മനസ്സിലാക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു മനുഷ്യത്വപരമായിട്ടുള്ളൊരു വികാരം ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഒരു സൗഹൃദം ഉണ്ടല്ലോ, അതൊക്കെയാണ് ഈ സിനിമ മുന്നോട്ട് വയ്ക്കുന്നത്. അങ്ങനെയുള്ള ഒരു രാഷ്ട്രീയം, ഒരു ഗ്ലോബലായിട്ടുള്ള പൊളിറ്റിക്സ് ആണ് ഈ സിനിമയുടെ സെക്കൻഡ് ഹാഫിൽ പറഞ്ഞു വയ്ക്കുന്നത്. അതും എനിക്ക് വല്ലാണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ചില കാര്യങ്ങൾ, അതായത് ഈ മതസൗഹാർദ്ദം നമ്മൾ വല്ലാണ്ട് ഇങ്ങനെ പറഞ്ഞു പോകുന്ന സമയത്ത് നമ്മൾ ഇത് ഒരുപാട് കേട്ടിട്ടുള്ളത് കൊണ്ട് നമുക്ക് ചില ക്രിഞ്ചും കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യും. പക്ഷേ അതർവൈസ് ഈ സിനിമ കണ്ടിരിക്കാൻ വേണ്ടി പറ്റുന്നൊരു നല്ലൊരു എൻ്റർടൈനറാണ്. അത്യാവശ്യം നല്ല അഭിനയ മുഹൂർത്തങ്ങളും സിറ്റുവേഷൻസും നല്ല ഫ്രഷ് ആയിട്ടുള്ള
സിറ്റുവേഷൻസ് ഉണ്ട്. ഞാൻ മുമ്പ് പറഞ്ഞു തോന്നുന്നു, ഈ സ്കൂളിൽ കഞ്ഞി വാങ്ങാൻ പോകുന്നൊരു സീനുണ്ട്. അത് നിങ്ങൾ കണ്ട് തന്നെ എക്സ്പീരിയൻസ് ചെയ്യുക. ആ സീനൊക്കെ ഗംഭീരമായിരുന്നു. PSC കോച്ചിങ് സെൻറ്ററും സൂപ്പറായിരുന്നു കേട്ടോ. ഒരു ടിപ്പിക്കൽ PSC കോച്ചിങ് സെൻറ്റർ. അവിടെ നമ്മുടെ ഡിജോ ജോസ് ആൻ്റണി തന്നെയാണ് PSC മാഷായിട്ട്, ഷൈജൂസ് PSC അങ്ങനെ എന്താണ് PSC കോച്ചിങ് സെൻറ്ററിൻ്റെ പേര്. ആ ഒരു സീനും കാര്യങ്ങളൊക്കെ സൂപ്പറായിരുന്നു. കിട്ടില്ല. അങ്ങനെ നമുക്ക് റിലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന, ഒരേ സമയം ഈ എക്സ്ട്രീം ഇസ്ലാമിക് പൊളിറ്റിക്സിനെയും എക്സ്ട്രീം ഹിന്ദു പൊളിറ്റിക്സിനെ നല്ല രീതിയിൽ എടുത്ത് കൂട്ടിയിട്ടുണ്ട്. നമുക്ക് കറൻ്റ്ലി റിലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ധാരാളം കറണ്ട് അഫെയർ റിലേറ്റഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പൊളിറ്റിക്കലി സർക്കാസ്റ്റിക് ആയിട്ട് ഈ സിനിമയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ഈ സിനിമയുടെ ആദ്യത്തെ ടീസറും അതുപോലെ തന്നെ പാട്ടൊക്കെ കണ്ടപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചത് ഇതൊരു ഫുൾ ഔട്ട് ആൻഡ് ഔട്ട് കോമഡി പടം ആയിരിക്കും എന്നാണ്. പക്ഷേ 2 ദിവസം മുമ്പ് വീണ്ടും ഒരു ടീസർ വന്നിരുന്നു, ഫൈനൽ ടീസർ. അപ്പോൾ അത് കുറച്ചുകൂടി സീരിയസ് ആണ്. അതായത് ആദ്യം വന്നത് നല്ല ചളിയായിരുന്നു, പിന്നീട് വന്നത് ഫുള്ള് സീരിയസ് ആയിരുന്നു. ശരിക്കും ഈ 2 സാധനങ്ങളുടെ ഒരു കോമ്പിനേഷനാണ് ഈ പടം. എന്നാൽ വ്യക്തമായിട്ടുള്ള രാഷ്ട്രീയം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. നിവിൻ പോളിയുടെ കിടിലൻ പെർഫോമൻസ്, മഞ്ജു പിള്ള, സലിംകുമാർ, ധ്യാൻ ശ്രീനിവാസൻ, ഇവരുടെയൊക്കെ നല്ല പെർഫോമൻസ് ആണ്. പക്ഷേ ചെറിയ ആർട്ടിസ്റ്റുകൾ നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരാളെ ഞാൻ പറയാൻ വിട്ടുപോയത് നന്ദു പൊതുവാളാണ്. നന്ദു പൊതുവാൾ നിവിൻ പോളി തമ്മിലുള്ള ഒരു ഫോണിലുള്ള കോൺവെർസേഷനും കാര്യങ്ങളൊക്കെ കിടിലമായിരുന്നു. ചെറിയച്ഛനായിട്ടാണ് അഭിനയിക്കുന്നത്. അദ്ദേഹത്തിൻ്റെയും കുറച്ചേ ഉള്ളൂ, പക്ഷെ നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ഒരുപാട് നാളുകൾക്ക് ശേഷം ഷൈം ടോം ചോക്കോ പറഞ്ഞ ഡയലോഗ് വളരെ വ്യക്തമായിട്ട് കേൾക്കാൻ പറ്റിയിട്ടുണ്ട്. അതും ഈ സിനിമയുടെ ഒരു പോസിറ്റീവാണ്. അങ്ങനെ വ്യക്തമായിട്ടുള്ള രാഷ്ട്രീയം പറയുന്ന നല്ലൊരു ക്ലീൻ എൻ്റർടൈൻമെൻറ്റ് പടമാണ് മലയാളി ഫ്രം ഇന്ത്യ, ഡയറക്റ്റഡ് ബൈ ഡിജോ ജോസ് ആൻ്റണി.